എൻ്റെ യേശു എത്ര നല്ലവൻ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ. അടിയങ്ങളെയുള്ള സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സൗഖ്യപിതാവേ, ഈ നല്ല ദിവസത്തിൻ്റെ ഉച്ച സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഓരോ ദിവസവും ഞങ്ങളെ അതിശയമായിട്ട് പരിപാലിക്കുന്ന എല്ലാ നല്ല വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ ഒരു വർഷക്കാലം ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പൂർത്തിയാക്കി ഈ ദിവസം വരെയും അവിടുന്ന് കാത്തു പരിപാലിച്ചു. എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുത്തെ സാന്നിധ്യവും കൃപയും കൂടെ ഉണ്ടായിരുന്ന സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രത്യേകമായിട്ട് ഈ ദിവസത്തിൻ്റെ ഉച്ച സമയത്ത് ഞങ്ങൾ ഈ ഭവനത്തിൽ കൂടിയതിൻ്റെ ഉദ്ദേശം അവിടുന്ന് അറിയുന്നല്ല കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ മഞ്ജു ടീച്ചറിനെ പ്രത്യേകമായിട്ട് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 30 വർഷക്കാലം ഞങ്ങളുടെ സ്കൂളിൽ സേവനം ചെയ്ത് തൻ്റെ ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കി ഇന്ന ഭവനത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന കർത്താവേ, ഈ 30 വർഷക്കാലവും അവളെ ഏറ്റവും പ്രഗത്ഭമായിട്ട് പ്രവർത്തിപ്പാൻ അവിടുന്ന് കൊടുത്ത എല്ലാ നല്ല കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അധ്യാപികയായിരുന്നു. കുഞ്ഞുങ്ങളോട് വളരെ വാത്സല്യത്തോട് പെരുമാറുകയും അവരുടെ മാതാപിതാക്കളോടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നാലും വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ മഞ്ജു ടീച്ചറിന് അറിയാമായിരുന്നു. ആ രീതിയിൽ ഇടപെടുകയും സ്കൂളിലേത് പ്രവർത്തനത്തിലും വളരെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പം 2-3 വർഷമൊക്കെ ആയിട്ടുള്ളൂ വലുതായിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഇടപെട്ട് പോകാഞ്ഞത്. അതിനു മുമ്പേ ഉള്ള കാലഘട്ടങ്ങളിൽ കലോത്സവവും വർക്ക് എക്സ്പീരിയൻസ് അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നിടത്തെല്ലാം വളരെ നല്ല നേതൃത്വത്തോട് കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ഈ പോകുന്നിടത്തെല്ലാം അവർക്കൊരു പ്രയാസം വരാതെ നോക്കാനും ഒരു മാതാവിൻ്റെ ഒരു രീതിയിൽ കുഞ്ഞുങ്ങളോട് ഇടപെടാനും വളരെ ഊർജ്ജസ്വലമായിട്ട് നിൽക്കുന്ന ടീച്ചറായിരുന്നു. അതുപോലെ എല്ലാ പ്രവർത്തനത്തിലും ഞങ്ങളോടൊക്കെ എല്ലാ കാര്യങ്ങളും വന്ന് പറയുകയും സന്തോഷത്തോടെ ടീച്ചേഴ്സ് റൂമിൽ വളരെ പൊട്ടിച്ചിരിയോടെ എപ്പോഴും സഹകരിക്കുകയും കഴിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഞങ്ങൾ വളരെ കുട്ടിക്കാലം മുതലേ ഞങ്ങളുടെ ഒരു ആറന്മുള പ്രദേശത്ത് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിഞ്ഞുകൂടിയവരാണ്. ആ ഒരു സന്തോഷവും സ്നേഹവും ഇതുവരെയും നിലനിർത്തുവാൻ കഴിഞ്ഞിരുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ ഞങ്ങൾക്കൊന്നിച്ച് പ്രവർത്തിപ്പാൻ ദൈവം അവസരം തന്നു. ഒരു പിണക്കമോ പ്രയാസമോ ഒരു വാക്കുതർക്കമോ ഒന്നും ഒരു കാര്യത്തിലും ഇതുവരെയും ഉണ്ടായിട്ടില്ല. എല്ലാവരും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുകയും വളരെ സഹകരണത്തോടെ പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും വേണ്ട നല്ല നേതൃത്വം തരികയും ചെയ്ത ടീച്ചറിൻ്റെ എല്ലാ നല്ല സേവനങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ കുടുംബം അതിന് വലിയൊരു താങ്ങായിരുന്നു. അത് ഞങ്ങൾക്കറിയാം. അമ്മച്ചി അപ്പച്ചനും ഉള്ള സമയത്തും അതുപോലെ ലാലിച്ചാനാന്നേലും പിന്നെ കുഞ്ഞുങ്ങൾ 2 പേരുമാണെങ്കിലും മഞ്ജുവിൻ്റെ പ്രവർത്തനത്തിന് എപ്പോഴും നല്ല സപ്പോർട്ടായിരുന്നു. എവിടെ ചെല്ലണം കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ലാലിച്ചാൻ തക്ക സമയത്ത് അവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇതുവരെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പ്രവർത്തിച്ചു. തുടർന്ന് റിട്ടയർമെൻറ്റ് ലൈഫിലും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കട്ടെ, ആരോഗ്യത്താൽ പരിപാലിക്കട്ടെ, കുടുംബത്തിന് എല്ലാ താങ്ങും തണലുമായിട്ട് നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും എല്ലാ നന്മകളും സ്കൂളിൻ്റെ പേരിൽ എല്ലാ സ്റ്റാഫിൻ്റെ പേരിൽ ആശംസിക്കുകയും ചെയ്യുന്നു. ടീച്ചർ പറഞ്ഞ ഇന്നലെ പറയുന്നു, എൻ്റെ ജീവനായിരുന്നു എൻ്റെ അവിടുത്തെ കുഞ്ഞുങ്ങൾ. അവരാണ് എന്നെ എപ്പോഴും തിരക്കുള്ളതാക്കി തീർത്തത്. എന്നാലാവുന്ന കാര്യം, ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്നാലാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അത് സ്കൂളിൻ്റെ അഭിവൃദ്ധിക്കുമൊക്കെ കാരണമായിട്ട് തീർന്നു. ഞങ്ങൾ സഹപ്രവർത്തകർ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും. ആ സ്നേഹബന്ധമാണ് ഞങ്ങളെ എത്രത്തോളം നടത്തിയത്. ചെറുപ്പം മുതലുള്ള കുട്ടികൾ, സുജു ടീച്ചർ പറഞ്ഞ പോലെ അത്
അതുപോലെ മറ്റ് ടീച്ചേഴ്സാണേലും ഞങ്ങൾ കണ്ട നാൾ മുതൽ ഒരേപോലെ ജീവിക്കുന്നവരാണ്. അപ്പോൾ എനിക്ക് തന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ദൈവത്തോട് നന്ദി പറയുകയും പിന്നെ ടീച്ചർ ഇവിടെ അടുത്തുണ്ടെന്നുള്ളൊരു സമാധാനമുണ്ട്. എപ്പോഴെങ്കിലും ഒന്ന് പോകാനും കാണാനും ഒക്കെ എല്ലാവരോടുള്ള നന്ദി. എപ്പോഴും എൻ്റെ കൂടെ ഉള്ളവരാ. അത് ഞങ്ങൾക്ക് കണ്ടത് ഇവരും വലിയൊരു ഉൾപ്പെടെ മിനിയ എല്ലാവരും വരവിടക്കാർ ഉൾപ്പെടെ വന്നതിൽ വളരെ സന്തോഷമായി. മേരി ടീച്ചർ കണ്ടു, ജയ എല്ലാവരെയും കുറിച്ച് നമുക്ക് അപ്പം എപ്പോഴും തന്ന ഈ വലിയ സൽക്കാരത്തിന് പ്രത്യേകം നന്ദി.